സെറ്റിലെ കോംപ്ലിമെൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എ കോംപ്ലിമെൻറ്റ്, ബി കോംപ്ലിമെൻറ്റ്, സി കോംപ്ലിമെൻറ്റ്, ഡി കോംപ്ലിമെൻറ്റ് ഇങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. ഇനി നമുക്കൊരു കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് സെറ്റ് തന്നിട്ടുണ്ടായിരിക്കും. യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എ കോംപ്ലിമെൻ്റ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ടായിരിക്കും. എ എന്ന് പറയുന്ന ഒരു സെറ്റും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ യു എന്ന് പറയുന്ന സെറ്റിനെ ഞാൻ 1 2 3 4 5 6 7 8 എന്നായിരുന്നു എടുക്കുന്നത്. എ എന്ന് പറയുന്ന സെറ്റിനെ 1 2 3 ഓക്കെ. ഇനി എങ്ങനെയാണ് എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക? എ കോംപ്ലിമെൻറ്റിൻ്റെ ഇക്വേഷനാണ് യു മൈനസ് എ ആണ് എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് യു മൈനസ് എ ആണ്. അതായത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന ഇത്രയും വലിയ സെറ്റിൽ നിന്ന് എ എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഇതിൽ റിപ്പീറ്റ് ചെയ്യേണ്ടതായിരിക്കും. അവരെ ഇല്ലാതാക്കി ബാക്കി ഉള്ളത് എഴുതുന്നതാണ് എ കോംപ്ലിമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഈ യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ എലമെൻറ്റ്സിനും ഞാൻ ഒന്നും കൂടി എടുത്ത് എഴുതുകയാണ്. ഇനി എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻറ്റ്സ് യു എന്ന് എഴുതാം, സെറ്റാക്കണില്ല. ഈസിക്കൽ ടു 1 2 3 ആണ് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ്. എ എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ മൈനസ് ചെയ്യാണ് യുവിൽ നിന്നാണ് മൈനസ് ചെയ്യണത് എനെ. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളെ മാർക്ക് ചെയ്യുക. 4 ഒന്നുമില്ലല്ലോ, സോ അവരെ അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. ബാക്കി എന്താ ഉള്ളത്? ഇത്രയും എലമെൻറ്റ്സാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇതെന്താണ്? യു മൈനസ് എ ആയില്ലേ. സോ യു മൈനസ് എ എന്ന് പറയുന്നത് 4 5 6 7 8 സെറ്റ് കൊടുക്കും. അപ്പോൾ ഇതാണ് യു മൈനസ് എ. ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എ ഡാഷ് എന്ന് പറയുന്നത് യു മൈനസ് എ ആണ്. സോ എ ഡാഷ് ഈസ് ഈക്വൽ ടു 4 5 6 7 8. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിനി ഇവിടെ ബി തരും. ബി എന്ന് പറയുന്ന സെറ്റ് തരും. അപ്പോൾ ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് എന്തായാലും ഇതിനകത്തുള്ളവരായിരിക്കും. അതെങ്ങനെ വേണമെങ്കിലും ആവാം. 4 5 6 7. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബി കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ബി ഡാഷ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളെ 4 5 6 7 ഇത്രയും നമ്പറുകൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള 1 2 3 8 എന്ന് എഴുതണം. അപ്പോൾ എന്താ എഴുതുക? നമുക്ക് നോക്കി നോക്കാം. 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 5 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 6 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 7 ഉണ്ട്. അപ്പോൾ 4 5 6 7 ഒഴിച്ച് 1 2 3 8 എഴുതുക. 1 2 3 8 ഇതാണ് ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് സി എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ